ഉൽപ്പത്തിപ്പുസ്തകം 37 അധ്യായം. യാക്കോബ് തൻ്റെ പിതാവിൻ്റെ വിപ്രവാസ നാടായിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിൻ്റെ വംശചരിത്രം. ജോസഫ് 17 വയസ്സുള്ളപ്പോൾ തൻ്റെ സഹോദരന്മാരോടൊപ്പം ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെ സഹായിയായി കഴിഞ്ഞിരുന്നു. അവരെ പറ്റിയുള്ള ദുർവാർത്ത ജോസഫ് പിതാവിൻ്റെ പക്കലെത്തിച്ചു. ജോസഫിനെ ഇസ്രായേൽ തൻ്റെ മറ്റെല്ലാ മക്കളെയും അധികം സ്നേഹിച്ചിരുന്നു. കാരണം തൻ്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു അവൻ. കൈയുള്ള ഒരു നീളൻ അങ്കി അദ്ദേഹം അവനു വേണ്ടി ഉണ്ടാക്കി. തങ്ങളുടെ പിതാവ് അവനെ അവൻ്റെ എല്ലാ സഹോദരന്മാരെയും അധികം സ്നേഹിക്കുന്നു എന്ന് അവൻ്റെ സഹോദരന്മാർ കണ്ടു. അതുകൊണ്ട് അവർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ജോസഫിനൊരു സ്വപ്നമുണ്ടായി. അവൻ അത് തൻ്റെ സഹോദരന്മാരോട് വിവരിച്ചപ്പോൾ അവർ അവനെ വീണ്ടും കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ ഈ സ്വപ്നം കേട്ടാലും. ഇതാ, നമ്മൾ പാടത്ത് കറ്റകൾ കെട്ടുകയായിരുന്നു. അപ്പോൾ ഇതാ, എൻ്റെ കറ്റ എഴുന്നേറ്റ്, മാത്രമല്ല അത് നിവർന്നു നിന്നു. ഇതാ, നിങ്ങളുടെ കറ്റകൾ ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണുവണങ്ങി. അവൻ്റെ സഹോദരന്മാർ അവനോട് ചോദിച്ചു, നീ ഞങ്ങളുടെ മേൽ രാജാവായിരിക്കുമെന്നു തന്നെയാണോ? അതോ നീ ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണോ? അവൻ്റെ സ്വപ്നങ്ങളും വാക്കുകളും കാരണം അവർ അവനെ വീണ്ടും കൂടുതലായി വെറുത്തു. അവന് വീണ്ടും മറ്റൊരു സ്വപ്നമുണ്ടായി. അവൻ അത് തൻ്റെ സഹോദരന്മാരോട് വർണ്ണിച്ചു. അവൻ പറഞ്ഞു, നോക്കൂ, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. ഇതാ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങുന്നു. അവൻ ഇത് തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരന്മാരോടും വർണ്ണിച്ചപ്പോൾ അവൻ്റെ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, ഇതെന്തു സ്വപ്നമാണ് നീ കണ്ടത്? ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരന്മാരും നിന്നെ നിലം പറ്റെ താണു വണങ്ങാൻ വരുക തന്നെ വേണമെന്നോ? അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയയായി. അവൻ്റെ പിതാവാകട്ടെ ഇക്കാര്യം ശ്രദ്ധയിൽ വച്ചു. അവൻ്റെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കമിൽ പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കമിൽ മേയ്ക്കുകയല്ലേ? വരൂ, അവരുടെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കാം. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാ ഞാൻ. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ പോയാലും നിന്റെ സഹോദരന്മാരുടെ ക്ഷേമവും ആട്ടിൻപറ്റത്തിൻ്റെ ക്ഷേമവും അന്വേഷിക്കുക. എന്നിട്ട് എൻ്റെ പക്കൽ വിവരമെത്തിക്കണം. അദ്ദേഹം അവനെ ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കമിലേക്ക് പോയി. അവൻ അതാ വയലിൽ അലയുകയായിരുന്നു. അപ്പോൾ ഒരാൾ അവനെ കണ്ടു. അയാൾ അവനോട് തിരക്കി, നീ എന്താണ് അന്വേഷിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് മേയ്ക്കുന്നത് എന്ന് എന്നോട് സദയം പറഞ്ഞു തരിക. അയാൾ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് നീങ്ങി. കാരണം നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. തൻ്റെ സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അവരുടെ അടുത്തെത്തും മുമ്പേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, അതാ വരുന്നു സ്വപ്നങ്ങളുടെ വിദ്വാൻ. വരുവിൻ, ഇപ്പോൾ തന്നെ നമുക്ക് അവനെ കൊല്ലാം. എന്നിട്ട് അവനെ കുഴികളിലൊന്നിൽ എറിയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുവെന്ന് പറയുകയും ചെയ്യാം. അവൻ്റെ സ്വപ്നങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അയാൾ അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അയാൾ പറഞ്ഞു, നമുക്ക് ജീവൻ നശിപ്പിക്കേണ്ട. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് അവൻ്റെ പിതാവിനെ തിരിച്ചേൽപ്പിക്കേണ്ടതിന് റൂബൻ അവരോട് പറഞ്ഞു, നിങ്ങൾ രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. എന്നാൽ അവൻ്റെ മേൽ നിങ്ങൾ കൈവയ്ക്കരുത്. അതിനാൽ ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവർ ജോസഫിൽ നിന്ന് അവൻ്റെ അങ്കി, അവൻ്റെ മേലുണ്ടായിരുന്ന കൈനീളൻ അങ്കി തന്നെ, ഊരിയെടുത്തു. എന്നിട്ട് അവർ അവനെ എടുത്ത് ആ കുഴിയിലേക്ക് എറിഞ്ഞു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ തങ്ങളുടെ കണ്ണുകൾ ഉയർത്തി നോക്കി. അപ്പോൾ അതാ, ഗിലെയാദിൽ നിന്ന് ഇസ്മായേലിയരുടെ ഒരു കച്ചവട സംഘം വരുന്നു. തങ്ങളുടെ ഒട്ടകങ്ങൾ സംവഹിച്ചിരുന്ന സുഗന്ധപ്പശയും
പരിമളദ്രവ്യങ്ങളും കുന്തിരുക്കവും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാനായി അവർ നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ യൂദാ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവൻ്റെ രക്തം നാം മറച്ചുവെച്ചതുകൊണ്ട് എന്ത് ലാഭം? വരുവിൻ, നമുക്കവനെ ഇസ്മായേല്യർക്ക് വിൽക്കാം. നമ്മുടെ കൈ അവനെതിരെ വേണ്ട. കാരണം അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവൻ്റെ സഹോദരന്മാർ അത് അനുസരിച്ചു. അവർ ജോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോഴേക്കും മിദിയാൻകാരായ ആ കച്ചവടക്കാർ കടന്നു വന്നു. ആ ഇസ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് ജോസഫിനെ വിറ്റു. അവർ ജോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കുഴിയുടെ അടുത്തേക്ക് റൂബൻ തിരിച്ചു ചെന്നപ്പോൾ അതാ ജോസഫ് കുഴിയിൽ ഉണ്ടായിരുന്നില്ല. അയാൾ തൻ്റെ വസ്ത്രം വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് മടങ്ങിയെത്തി. അയാൾ പറഞ്ഞു, കുട്ടി അവിടെ ഇല്ലല്ലോ, ഞാൻ ഇനി എങ്ങോട്ട് പോകും? അവർ ജോസഫിൻ്റെ അങ്കിയെടുത്തു ഒരു മുട്ടാടിനെ അറുത്ത് അങ്കി രക്തത്തിൽ മുക്കി. അവർ കൈനീളൻ അങ്കി കൊടുത്തയച്ചു. അത് അവരുടെ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചവർ പറഞ്ഞു, ഇത് ഞങ്ങൾ കണ്ടെത്തി. ഈ കുപ്പായം അങ്ങയുടെ മകൻ്റേതാണോ അല്ലയോ എന്ന് പരിശോധിച്ചാലും. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ്റെ കുപ്പായം. ഏതോ ദുഷ്ടമൃഗം ജോസഫിനെ തീർച്ചയായും കടിച്ചു കീറി തിന്നത് തന്നെ. യാക്കോബ് തൻ്റെ വസ്ത്രം വലിച്ചു കീറി അരയിൽ ചാക്കുടുത്തു. വളരെ നാൾ തൻ്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അദ്ദേഹത്തിൻ്റെ പുത്രീപുത്രന്മാരെല്ലാവരും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കപ്പെടാൻ വിസമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിലപിച്ചുകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ അടുത്തേക്ക് പാതാളത്തിലേക്ക് ഞാൻ ഇറങ്ങും. അദ്ദേഹം തൻ്റെ മകനെ ഓർത്ത് കരഞ്ഞു. മിദിയാൻകാരാകട്ടെ അവനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫറിന് വിറ്റു.